പ്ലാനറ്ററി പരേഡ് ഇൻ ദ സ്കൈ, ആകാശത്ത് ഗ്രഹങ്ങളുടെ പരേഡ്. പ്രിയപ്പെട്ടവരെ, ഒറിയോൺ ടി വിയിലേക്ക് സ്വാഗതം. ആകാശത്ത് ഗ്രഹങ്ങളുടെ പരേഡ് നടക്കുമ്പോൾ അത് നമുക്ക് കാണേണ്ടേ? ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കെല്ലാവർക്കും അതിന് സാധിക്കും. 2025 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ സന്ധ്യയ്ക്ക് ഇരുട്ടുള്ള സമയത്ത് നമുക്ക് ആകാശത്ത് ഗ്രഹങ്ങളെ കാണാൻ കഴിയും. എന്താണ് പ്ലാനറ്ററി പരേഡ് അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ പരേഡ്, ഗ്രഹസമ്മേളനം എന്നെല്ലാം വിശേഷിക്കപ്പെടുന്ന ഈ ആകാശ കൗതുകം? സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളെല്ലാം ഒരേ സമയത്ത് സൂര്യൻ്റെ ഒരു വശത്ത് കാണുന്നതിനാണ് ഗ്രഹപരേഡ് എന്ന് പറയുന്നത്. ഓരോ ഗ്രഹത്തിൻ്റെയും പരിക്രമണകാലം വ്യത്യസ്തമാണെന്ന് നമുക്കറിയാമല്ലോ. നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഓരോ ഗ്രഹവും ഓരോ സൗരരാശിയിലാണ് കാണുക. 2025 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഈ ഗ്രഹങ്ങളെല്ലാം രാത്രിയിൽ സന്ധ്യാസമയത്ത് 2-3 മണിക്കൂർ സമയം ആകാശത്ത് നിരന്ന് കാണാൻ കഴിയും. രാത്രി 8 മണി മുതൽ 9 മണി വരെയാണ് ഏറ്റവും അനുയോജ്യമായ സമയം. ജനുവരി 22 രാത്രി 8:25 ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. 7 ഗ്രഹങ്ങളിൽ 5 ഗ്രഹങ്ങളെയാണ് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് ആകാശത്ത് കാണാൻ കഴിയുന്നത്. ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഇവയുടെ സ്ഥാനം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് സന്ധ്യാസമയത്ത് ആകാശത്ത് കുംഭം രാശിയിൽ ശനിയും, മീനം രാശിയിൽ ശുക്രനും നെപ്റ്റ്യൂണും, മേടൻ രാശിയിൽ യുറാനസ്, ഇടവം രാശിയിൽ വ്യാഴം, മിഥുനം രാശിയിൽ ചൊവ്വ, മകരം രാശിയിൽ ബുധൻ. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് ജനുവരി 22 മുതൽ 25 വരെയുള്ള ദൃശ്യങ്ങളാണ്. രാത്രി 8:30 മുതൽ 9:30 വരെ ഉള്ള സമയത്ത്. ഇപ്പോൾ ആദ്യം തിരിച്ചറിയാൻ കഴിയുക ശുക്രനെയാണ്. സന്ധ്യയ്ക്ക് തന്നെ ശുക്രനെ പടിഞ്ഞാറേ മാനത്ത് 45 ഡിഗ്രി ഉയരത്തിൽ കാണാൻ കഴിയും. ആരുടെയും സഹായമില്ലാതെ തിരിച്ചറിയാം. അത്രയും തിളക്കമുള്ള വേറൊരു ആകാശവസ്തു ആകാശത്ത് ഇപ്പോൾ ഇല്ല. നല്ല ഇരുട്ടാവുമ്പോൾ ശുക്രനിൽ നിന്നും 10 ഡിഗ്രി തെക്ക് പടിഞ്ഞാറ് ചെറിയ തിളക്കമുള്ള നക്ഷത്രം പോലെ കാണുന്നതാണ് ശനി. ശുക്രൻ്റെ അടുത്ത് തന്നെ കാണും. ശുക്രനെ ഇപ്പോൾ ടെലസ്കോപ്പിലൂടെ നോക്കിയാൽ നമുക്ക് പകുതി ഭാഗം മാത്രമേ ദൃശ്യമാകുള്ളൂ. അതാണ് വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. ശുക്രനും ചന്ദ്രനെ പോലെ വൃദ്ധിക്ഷയങ്ങളുണ്ട്. നഗ്നനേത്രങ്ങൾ കൊണ്ട് അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയുകയില്ല. ചെറിയ തിളക്കമുള്ള ആകാശഗോളമായി കാണുന്ന ശനിയെ ഒരു നല്ല ടെലസ്കോപ്പിലൂടെ നോക്കുമ്പോൾ വളയവും ഉപഗ്രഹങ്ങളും കാണാൻ കഴിയും. രാത്രി 8 മണിക്ക് പടിഞ്ഞാറേ ചക്രവാളത്തിൽ നിന്ന് 90 ഡിഗ്രി ഉയരത്തിൽ, അതായത് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇടവം രാശിയിൽ തിളക്കമുള്ള വലിയ ആകാശഗോളത്തെ കാണാൻ കഴിയും. ആരുടെയും സഹായമില്ലാതെ ഗ്രഹം വ്യാഴമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. ഒരു ടെലസ്കോപ്പിലൂടെ നോക്കിയാൽ വ്യാഴത്തിൻ്റെ 4 ഉപഗ്രഹങ്ങളെയും വ്യക്തമായി കാണാൻ സാധിക്കും. ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഗലീലിയോ ആണ് 1610 ടെലസ്കോപ്പ് ഉപയോഗിച്ച് ഈ ഉപഗ്രഹങ്ങളെ ആദ്യം കണ്ടത്. വ്യാഴത്തിൽ നിന്നും 40 ഡിഗ്രി കിഴക്ക് വടക്ക് ദിശയിൽ ഒരു ചുവന്ന ആകാശഗോളം കാണാം. അവിടെ ചുവന്ന മറ്റൊരു വസ്തുവുമില്ല. പശ്ചാത്തലത്തിൽ മിഥുനം രാശിയാണ് ഉള്ളത്. ഈ ഗോളമാണ് ചൊവ്വ. ബുധനെ പ്രഭാതത്തിലാണ് കാണാൻ കഴിയുക. സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പ് ജനുവരി 25 പ്രഭാതത്തിൽ മെർക്കുറിയുടെ സ്ഥാനം നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. 6:45 ഉദയം എന്ന കാര്യവും ഓർമ്മിക്കുക. അപ്പോൾ നമുക്ക് ഗ്രഹങ്ങളുടെ പരേഡ് കാണുവാൻ ശ്രമിക്കാം. മറ്റാരുടെയും സഹായം വേണ്ട. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് ഗ്രഹങ്ങളെ കൂട്ടുകാരാക്കാം. ഗ്രഹങ്ങളുടെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഒറിയോൺ TV കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.